ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിൻ്റെ ഡീറ്റെയിൽഡ് സിലബസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. അതാ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് 10 മൊഡ്യൂളിൽ നിന്നായിട്ട്. എത്ര മൊഡ്യൂളാണ്? 10 മൊഡ്യൂളിൽ നിന്നായിട്ട് 100 മാർക്കിനാണ് എക്സാമിന് ചോദ്യം വരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിന് വീതമാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ നോക്കാം. എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിൻ്റെ അകത്തുനിന്ന് മെയിനായിട്ട് വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ്? വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി, അതുപോലെ തന്നെ പവർ ഡെഫിനിഷൻസ് ആൻഡ് യൂണിറ്റ്സ്, ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ സിമ്പിൾ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഓംസ് ലോ, പവർ ആൻഡ് എനർജി, റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ സിമ്പിൾ പ്രോബ്ലംസ്, കിർച്ചോഫ്സ് ലോസ്, KCL ആൻഡ് KVL തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ് ആദ്യത്തെ മൊഡ്യൂളിൽ നിന്നും ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ നിന്നും വരുന്നത്. അടുത്ത മൊഡ്യൂൾ 2 നമുക്ക് നോക്കാം. എന്താണ് മൊഡ്യൂൾ 2? നോക്കി, അടുത്ത മൊഡ്യൂൾ 2 നമുക്ക് നോക്കാം. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം. കണ്ടോ? എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ തന്നെ പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇക്വേഷൻസ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ലൈറ്റ്നിങ് ഫിനോമിനൻ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. അതിൻ്റെ അകത്ത് വേറെയും ഉണ്ട്. എന്താണ്? സെൽഫ് ഇൻഡക്ടൻസ് ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഉണ്ട്, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഉണ്ട്, ഫ്ലെമിങ്സ് ലോ ഉണ്ട്. ഈ ടോപ്പിക്കുകളിലൂടെ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കി. എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ് ആണ് മൂന്നാമത്തെ മൊഡ്യൂൾ. അതിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്, ഇക്വേഷൻ ഓഫ് വോൾട്ടേജ്, ബേസിക് ടൈം ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സൈക്കിള്, അതുപോലെ തന്നെ ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, അതുപോലെ തന്നെ RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൂന്നാമത്തെ മൊഡ്യൂളായ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസിൽ നിന്നും വരുന്നത്. ഇനി നാലാമത്തെ മൊഡ്യൂൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ്? മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നാലാമത്തെ മൊഡ്യൂൾ വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? വേരിയസ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ അത് എന്തൊക്കെയാണ് നോക്കി. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് പവർ മെഷർമെന്റ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന നാലാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത നമുക്ക് നോക്കാം. അഞ്ചാമത്തെ മൊഡ്യൂളിലേക്ക് പോവാം. അടുത്ത അഞ്ചാമത്തെ മൊഡ്യൂൾ നോക്കി. എന്താണ്? സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. എന്താണ്? സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ലാണ് അഞ്ചാമത്തെ മൊഡ്യൂൾ വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? ബേസിക് സേഫ്റ്റി റിക്വയർമെന്റ്സ്, ഇലക്ട്രിക് ഷോക്ക് റിക്വയർമെന്റ് ഫോർ അവോയ്ഡിങ് ഷോക്ക്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, ഇൻസ്റ്റലേഷൻ, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ്, ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ എ ഗിവൺ പവർ റിക്വയർമെന്റ്സ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് അല്ലെ ഏതാ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം ആറാമത്തെ മൊഡ്യൂൾ. ഇതാണ് ആറാമത്തെ മൊഡ്യൂൾ. ഏതാണ്? വയറിംഗ് ആക്സസറീസ്. വയറിംഗ് ആക്സസറീസ് ആണ് ആറാമത്തെ മൊഡ്യൂൾ വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? വേരിയസ് വയറിംഗ് സിസ്റ്റംസ് ഉണ്ട്, വയേഴ്സ് ഉണ്ട്. വയേഴ്സ് തന്നെ സിംഗിൾ സ്റ്റാൻഡ് ആൻഡ് മൾട്ടി സ്റ്റാൻഡ്, അതുപോലെ തന്നെ കറണ്ട് റേറ്റിംഗ്സ്, ഫ്യൂസസ്, കാട്രിഡ്ജും, അതുപോലെ തന്നെ HRCയും, സ്വിച്ചസ്, പലതരം സ്വിച്ചസ് ഉണ്ട്, SPST, അതുപോലെ തന്നെ SPDT, TPTT, ICDP, ICTP, ടോഗിൾ സ്വിച്ച്, അതുപോലെ തന്നെ ലിമിറ്റ് സ്വിച്ച്, സേഫ്റ്റി ഡിവൈസസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് ആറാമത്തെ മൊഡ്യൂളായ വയറിംഗ് ആക്സസറീസിൽ നിന്നും വരുന്നത്. ഏഴാമത്തെ മൊഡ്യൂൾ നോക്കി. ഏതാണ്? DC മെഷീൻസ് ആണ്. ഏഴാമത്തെ മൊഡ്യൂൾ ഏതാണ്? DC മെഷീൻസ് ആണ്. DC മെഷീനിൽ എന്താണ്? DC ജനറേറ്റർ, അതുപോലെ തന്നെ എന്താണ്? കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ, EMF ഇക്വേഷൻ, വേവ് ആൻഡ് ലാപ്പ് വൈൻഡിങ്സ്,
അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, സിമ്പിൾ പ്രോബ്ലംസ്, അത് DC ജനറേറ്ററിന്റെ അതേ സംഭവങ്ങൾ അല്ലെ, അതേ ടോപ്പിക് തന്നെ DC മോട്ടറിന്റെയും വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ടൈപ്സ്, EMF ഇക്വേഷൻ, ടോർക്ക്, സിമ്പിൾ പ്രോബ്ലംസ്, വേരിയസ് സ്റ്റാർട്ടേഴ്സ്, സ്പീഡ് കൺട്രോള്, ടെസ്റ്റിംഗ്, MG സെറ്റ് തുടങ്ങിയ ടോപ്പിക്കുകൾ 7ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നു അല്ലെ. ഇനി 8ാമത്തെ മൊഡ്യൂൾ നോക്കി ശ്രദ്ധിച്ചേ. 8ാമത്തെ മൊഡ്യൂൾ എന്താണ്? AC മെഷീൻസ് ആണ്. എന്താണ്? AC മെഷീൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എന്താണ് കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പിൾ, ടൈപ്സ്, EMF ഇക്വേഷൻ, ട്രാൻസ്ഫർമേഷൻ റേഷ്യോസ്, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ഓൾഡ് എഫിഷ്യൻസി, സിമ്പിൾ പ്രോബ്ലംസ്, അതുപോലെ തന്നെ 3-phase ഇൻഡക്ഷൻ മോട്ടോർ. എന്താണ് 3-phase ഇൻഡക്ഷൻ മോട്ടോർ, പ്രിൻസിപ്പിള്, കൺസ്ട്രക്ഷൻ, ടൈപ്സ്, അതുപോലെ തന്നെ സ്ലിപ്പ്, ടോർക്ക്, ലോസസ്, എഫിഷ്യൻസി, അതും അതേപോലെ തന്നെ എന്താണ് വരുന്നുണ്ട് അല്ലെ. പിന്നെ ഓൾട്ടർനേറ്റേഴ്സ് ഉണ്ട്, എന്താണ് 3-phase സിങ്ക്രണസ് മോട്ടോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടോഴ്സ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് 8ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. ഇനി 9ാമത്തെ മൊഡ്യൂൾ നോക്കി ശ്രദ്ധിച്ചേ. എന്താണ് 9ാമത്തെ മൊഡ്യൂൾ? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. എന്താണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് 9ാമത്തെ മൊഡ്യൂൾ വരുന്നത്. നമ്പർ സിസ്റ്റംസ്, ലോജിക് ഗേറ്റ്സ്, ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, അതുപോലെ തന്നെ ഡി മോർഗൻസ് തിയറംസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂള് എന്താണ് 9ൽ നിന്നും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നും വരുന്നത്. ഇനി 10ാമത്തെ മൊഡ്യൂൾ, അവസാനത്തെ മൊഡ്യൂൾ നോക്കി. അവസാനത്തെ മൊഡ്യൂൾ ശ്രദ്ധിക്കുക. അവസാനത്തെ മൊഡ്യൂൾ എന്താണ്? പവർ ഇലക്ട്രോണിക്സ് ആണ്. എന്താണ്? പവർ ഇലക്ട്രോണിക്സ് ആണ് അവസാനത്തെ മൊഡ്യൂൾ. അതിൻ്റെ അകത്ത് എന്താ? ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ്. കണ്ടോ? അതാണ് ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത്. പിന്നെ എന്താണ്? UJT റിലാക്സേഷൻ ഓസിലേറ്റർ, ഫെറ്റ്, JFET, അതുപോലെ തന്നെ ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻവെർട്ടർ, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ, പിന്നെന്താണ്? ബാറ്ററി ചാർജർ, UPS. ഇത്രയും ടോപ്പിക്കാണ് ടോട്ടൽ ആകെ വരുന്നത് അല്ലെ. ഈ ഫുൾ സിലബസും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഈ വരുന്ന ജൂലൈ 5 ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബൈ.